ഇവിടെ എഴുത്. നീ അവിടെ എഴുതി പറയണുണ്ട്. പന്തല് 70,000, സ്വർണം 15 ലക്ഷം, സദ്യ 2.5 ലക്ഷം. അല്ല പിന്നെ ഇവിടെ അവിയുടെ പെണ്ണ് ഇവിടെ കല്യാണം വിളിച്ചിരുന്നു. അയ്യോ ഇല്ലല്ലോ. ആന്റെ വിളിക്കാത്ത അവിടെ വിളിക്കണം കേട്ടോ. അലി എന്ന് വയ്യാതെ കിടന്നപ്പോഴും എല്ലാരും വന്നതാണ്. എന്തിനിത്? അണ്ണന് വേണ്ടിട്ട് വാവ ഇവ ഈറ്ററീസിന്ന് ഓർഡർ ചെയ്തതാണ്. മാമി ഇത് കുടിച്ചു നോക്ക്. ഇതാണ് ഗംഗ അമിന സരസ്വതി, നമ്മുടെ ഇവ ഈറ്ററീസിന്റെ സ്പെഷ്യൽ ഐറ്റം ആണ്. കാലം പോയി പോക്കെ സരസ്വതി ഇത് കുപ്പിക്കകത്ത്. അവയ്ക്കാണെങ്കിൽ ഇവ സലൂണിൽ പോയി ഫേഷ്യൽ ചെയ്യണമെന്നാണ് പറയുന്നത്. ഫേഷ്യലാ? അതിന്റെ ആവശ്യമൊന്നും അതൊക്കെ അധികം ചെലവാണില്ല. പിന്നെ നിങ്ങൾ ഈ പിള്ളേരെയൊക്കെ പറഞ്ഞ് മനസ്സിലാക്കണം കേട്ടാ. ചുമ്മാ ആവശ്യമില്ലാതെ ചെലവുകൾ പറഞ്ഞ് എടുത്തിരിക്കാൻ വേണ്ടിട്ട്. അവിടെ കൂടിയതും കുറഞ്ഞത് എല്ലാ ഫേഷ്യലും ഉണ്ട്. കുറെ ഫേഷ്യലും ഉണ്ട്. വാവയ്ക്കാണെങ്കിൽ ഇവ സലൂണിൽ പോയി മേക്കപ്പ് ചെയ്യണമെന്നാണ് പറയുന്നത്. മക്കളൊരു കാര്യം ചെയ്യും, രാവിലെ ഇവിടെ കൂടെ കൊണ്ടുപോയിട്ട്. അതൊന്നും പറ്റൂല. രാവിലെ കഴിയക്കാര് വരും, അവര് അനുഗ്രഹം മേടിക്കോ മേക്കപ്പ് ഇടാൻ പോവോ? നടക്കാനുമില്ല. പക്ഷെ എന്തായാലും പിള്ളേരെ സരസ്വതി കൊള്ളാം കേട്ടാ. അതെ അല്ലേ, മേക്കപ്പിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഒരു കാര്യം ഓർമ്മ വന്നത്. ഇവിടെ ബന്ധത്തിന്റെ ഒരു കൊച്ചുണ്ട്, അശ്വിൻ അല്ലേ പേര്, അശ്വിൻ എന്നാണ് പേര്. ആ കൊച്ചു തയ്യലിൽ മേക്കപ്പ് ഒക്കെ ചെയ്യും. നമ്മൾ അവിടെ വീടിന്റെ അടുത്തുള്ള കൊച്ചിനെ കഥ തന്നെ മേക്കപ്പ് ചെയ്യണത്. കുഴപ്പമില്ല, നമുക്ക് ആ കൊച്ചിനെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത്. അതാകുമ്പോ നമുക്ക് പരിചയമുള്ള കൊച്ചു, അവനെ കൊണ്ട് ചെയ്യിപ്പിക്കാം മേക്കപ്പ്. പിന്നെ അല്ലയാ, എനിക്കൊരു നിർബന്ധമുണ്ട്. കല്യാണത്തിന് ആന വേണം, ചെറുക്കന് സ്വീകരണമാല ഇടാൻ. അത് പാമ്പാടി കാര്യം തന്നെ വേണം. അതെന്താ നിർബന്ധം? ആരെ കൊണ്ടുവരാം, ആരെ കൊണ്ടുവരാം. എനിക്ക് ഇവ സലൂണിന്റെ മേക്കപ്പ് തന്നെ കല്യാണം കഴിക്കാൻ പറ്റുള്ളൂ. വന്നപ്പോ മുതൽ കേൾക്കണയ്യാ. ഏത് ഇവാസലും അളിയ നമ്മുടെ കവടിയാറ് വിൻസെന്റ് ആറില്ലേ, അതിന് ഓപ്പോസിറ്റ് പാലസ് ബിൽഡിംഗ് ഉണ്ട്. അവിടെയാണ് ഇത് ഉള്ളത്. അവിടെ ഇല്ലാത്തത് ഒന്നുമില്ല അളിയ. അളിയ ഫ്രീ ആവുന്ന പിന്നെ അളിയന്റെ അഭിപ്രായം അതാണെങ്കിൽ പിള്ളേരുടെ ഇഷ്ടങ്ങളൊക്കെ നടക്കട്ടെ. നമുക്ക് പ്രിയാൻ പോകുന്ന കളയാം. എന്ത് വളരെ സന്തോഷമായില്ലേ?